സംവിധാനം ചെയ്യുന്ന റോഷനെയാണോ അതോ ആ അഭിനയിക്കുന്ന റോഷനെയാണോ സുഹൃത്തായ ദർശനയ്ക്ക് കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുണ്ട്? ഇതെല്ലാം റോഷനാണല്ലോ. എനിക്ക് ഐ ലവ് ദാറ്റ് ഇത്രയും ഇതെല്ലാം ഭയങ്കര നന്നായി ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് ഓരോ പ്രാവശ്യം അതിലേക്ക് ഇപ്പോൾ ഞാൻ ഐ ഹാഡ് ദ ലക്ക് ഓഫ് ബീങ് ഡിറക്റ്റഡ് ഓൾസോ ബൈ ഹിം. ആൻഡ് അതെനിക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്തൊരു കാര്യമാണ് ആ ജേർണി. ആസ് എ ഡയറക്ടർ ഹി ഈസ് ഹെൽപ്ഡ് മീ എ ലോട്ട്. ആസ് എ ആക്ടർ co-actor ഓൾസോ എനിക്ക് ഭയങ്കര എന്താ പറയുക, എനിക്കും പേഴ്സണലി ഭയങ്കര യൂസ്ഫുൾ. സെൽഫിഷ്ലി ഇതൊന്നും അല്ലാതെ വാച്ചിങ് ഹിം ഡിറക്റ്റ് ഭയങ്കര ഈ ഡ്രൈവിംഗ് പറഞ്ഞ പോലെ തന്നെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഹീസ് എന്താ പറയുക, ചാടി മറ്റേ ബഹളം സോ ഒരു കാര്യം ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്നത് കാണാൻ രസമാണല്ലോ. അതെന്നെ എനിക്ക് ഡയറക്റ്റ് ചെയ്യുമ്പോഴും തോന്നിയിട്ടുണ്ട്, അഭിനയിക്കുന്നത് കാണുമ്പോഴും തോന്നിയിട്ടുണ്ട്. സോ ഇറ്റ്സ് ഗ്രേറ്റ് ആസ് എ ഫ്രണ്ട് ടു സീ ഹിം ഡു തിങ്സ് ഹി ലൈക്സ്. ഇപ്പം ഈ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാകുമ്പോൾ നമുക്ക് അഭിനയിക്കുമ്പോൾ ഒരു ഗിവ് ആൻഡ് ടേക്ക് അങ്ങനത്തെ ഒരു കാര്യം നടക്കാറുണ്ടോ നിങ്ങളുടെ ഇടയിൽ? എപ്പോഴും അതെ. ഇത് ഐ തിങ്ക് എല്ലാ ആക്ടേഴ്സുമായിട്ടും മനസ്സിലാവുമായിരിക്കും മറ്റേയാൾ എന്തായിരിക്കും ഒരു നമുക്ക് നേരത്തെ ഒരു കംഫർട്ടബിൾ ഇക്വേഷൻ ഉള്ള ഒരാളായതിന്റെ എല്ലാ കംഫർട്ടും ഒരു സീൻ ചെയ്യുമ്പോഴും ഫീൽ ചെയ്യാറുണ്ട് ഡെഫിനറ്റ്ലി. ഗിവ് ആൻഡ് ടേക്ക് പിന്നെ ഏത് നല്ല ആക്ടേഴ്സ് ആണെങ്കിലും അതെ ആക്ടേഴ്സ് ആണെങ്കിൽ അതുണ്ടാവും. ഇപ്പം രണ്ടുപേരുടെ ഞാൻ എന്താ പറയുക കോമൺ ആയിട്ട് ചോദിക്കുന്നത്, ഇവരിൽ എനിക്ക് എപ്പോഴും തോന്നിയത് രണ്ടുപേർക്കും വേണ്ടി ക്വസ്റ്റ്യൻ എഴുതാമെന്ന് വിചാരിച്ചപ്പോൾ രണ്ടുപേരോട് കോമൺ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് തോന്നിയില്ലേ? ഇപ്പം സി യു സൂൺ പോലത്തെ എക്സ്പീരിയൻസ് സിനിമകൾ, ഹൃദയം പോലെ, കപ്പേള പോലത്തെ കൊമേഴ്ഷ്യൽ സിനിമകൾ, ഒപ്പം ചില അല്ലാത്ത പരീക്ഷണങ്ങൾ ചിത്രങ്ങളും, ഇങ്ങനത്തെ ഒരു ട്വിസ്റ്റ് അല്ലെങ്കിൽ ഒരു മാറ്റം കരിയറിൽ ഉണ്ടാകുന്ന പറഞ്ഞൊരു ഭാഗ്യം തന്നെയാണ്. ഇപ്പോൾ രണ്ടുപേരോടും കൂടെ ചോദിക്കുകയാണ്, അത് നമ്മൾ മനഃപൂർവ്വം അതായത് ഇത് കഴിഞ്ഞിത് അങ്ങനെ ചെയ്യുന്നതാണോ അതോ സ്വാഭാവികമായി വന്നു ചേരുന്നതാണോ? അങ്ങനെ ഇങ്ങനത്തെ പടങ്ങൾ മാത്രം ചെയ്യും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തോട്ടേ ഇല്ല എനിക്ക്. വെരി പ്യോർലി സിനിമയിലേക്ക് എനിക്ക് ആ ഒരു ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത് പ്ലേ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ടോ, അത് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് എന്ത് രൂപത്തിൽ ഇതൊക്കെ ഇപ്പോൾ പലതും ഇത് എന്താണ് ആവാൻ പോകുന്നതെന്ന് പോലും നമുക്കറിയില്ല. ലൈക്ക് സി യു സൂൺ പോലും ഇപ്പോൾ ഒരു ഓക്കെ സക്സസ്ഫുൾ ആയതുകൊണ്ട് അതൊരു കമേഴ്ഷ്യൽ പടമായിട്ട് വിളിക്കുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്പേസിലേക്ക് എത്തി. പക്ഷേ നമ്മൾ തുടങ്ങിയ സമയത്ത് അത് നമുക്കിത് എന്ത് ടൈപ്പ് പടം ആവുമെന്ന് അറിയില്ല. ഒന്നുമില്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ ഇത് പോസ്റ്റ് ചെയ്യും എന്നുള്ളത് അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നമ്മളത് തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ അതൊന്നും എനിക്കത് കാറ്റഗറൈസ് ചെയ്യാൻ തോന്നിയിട്ടില്ല. ബിക്കോസ് എനിക്ക് ചെയ്യാൻ ആസ് എൻ ആക്ടർ ഇറ്റ്സ് വെരി വെരി എക്സൈറ്റിംഗ്. അതിൽ ആലോചിക്കേണ്ട ആവശ്യം കൂടി ഇല്ല. അവിടെ ഇമ്മീഡിയറ്റ്ലി സേ യെസ് ജംപ് ഇൻ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ എല്ലാ പടവും ഞാൻ ചെയ്തിട്ടുള്ളതും. അങ്ങനെ ഒരു പ്ലാൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെയ്യണം അല്ലെങ്കിൽ കമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയ പടങ്ങൾ ചെയ്താൽ പിന്നെ ഇങ്ങനത്തെ ഒരു ലൈക്ക് ഓഫ് ബീറ്റ് ഒരു പടം ചെയ്യരുത് അങ്ങനത്തെ ഒരു തോട്ടേ ഇല്ല. ക്യാരക്ടേഴ്സിനെ ഫോളോ ചെയ്യുക, സ്റ്റോറി ഫോളോ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ എനിക്ക്. ഞാൻ കുറേയൊക്കെ പ്ലാൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് പണ്ട്, എല്ലാം ചീറ്റിപ്പോയി. ഇത് കഴിഞ്ഞതെന്നുള്ളത് പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഇത് കൊമേഴ്ഷ്യൽ, അത് കുറച്ച് ഓഫ് ബീറ്റ്, ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്, എല്ലാം ചീറ്റിപ്പോയി. നമ്മുടെ പ്ലാനുകൾ വർക്കൗട്ട് ആവുന്ന ഒരു പരിപാടിയല്ല സിനിമ. നമ്മുടെ സെൽഫിഷ് പ്ലാനുകൾ. നമ്മളൊരു സാധനത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പണിയെടുത്താൽ അതിനുള്ള റിസൾട്ട് എവിടെയെങ്കിലും ഉണ്ടാവും. ഇപ്പോൾ കപ്പേള ഞങ്ങളെല്ലാവരും ഭയങ്കര ജെനുവിൻലി നല്ലോണം ഇൻവെസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്ത ഒരു സിനിമയാണ്. കപ്പേള റിലീസായിട്ട് അതിന് നല്ല അഭിപ്രായങ്ങൾ കിട്ടി തുടങ്ങിയ 4ാമത്തെ ദിവസമാണ് ലോക്ക്ഡൗൺ തുടങ്ങുന്നത്. അപ്പോൾ മുസ്തഫയുടെയും ഫസ്റ്റ് ഡയറക്ടോറിയലാണ്, ആ പ്രൊഡ്യൂസറുടെ ഫസ്റ്റ് പടമാണ് യുനോ. അപ്പോൾ നമുക്ക് ഭയങ്കര വലിയ ഹാർട്ട് ബ്രേക്ക് ആയിരുന്നു അത്. പക്ഷേ പിന്നീട് ഈ സാധനം നെറ്റ്ഫ്ലിക്സിൽ വന്നു കഴിഞ്ഞ് ചിലപ്പോൾ തിയേറ്റർ റെസ്പോൺസിൽ കിട്ടുന്നതിലും കൂടുതൽ സ്നേഹം ആ സിനിമയ്ക്ക് വന്നു തുടങ്ങി. എല്ലാവരും ഒരേ സമയത്ത് തന്നെ, എല്ലാവരും ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിലിരിക്കുകയാണ്, എല്ലാവരും ഒരേ സമയത്ത് തന്നെ ആ പടം കാണുന്നതും ഒക്കെ. അപ്പം നമ്മുടെ പ്ലാൻ പോലൊന്നും ഇപ്പോൾ സി യു സൂണിൻ്റെ കാര്യം ദർശന പറഞ്ഞല്ലോ, അതിനൊന്നും ഇതിൻ്റെ എൻ പ്രൊഡക്റ്റ് എന്താണെന്ന് പോലും നമുക്കറിയില്ല. മഹേഷേട്ടൻ ഒരു പരിപാടിക്ക് വിളിച്ചു, ഫഹദും ഒക്കെ ഉണ്ട്, നമ്മൾ ചെയ്യുന്നു, സന്തോഷത്തോടെ ചെയ്യുന്നു. ഒരു പണിയില്ലാതിരിക്കുമെന്ന് വിചാരിച്ചൊരു വർഷം ഈ സാധനം ചെയ്യാൻ പറ്റുന്നു. ബാക്കിയൊക്കെ സിനിമയ്ക്ക് അതിൻ്റേതായിട്ടുള്ള തീരുമാനങ്ങളും അതിൻ്റേതായിട്ടുള്ള ലൈഫും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അത് അങ്ങനെ പോകും.